ഹായ് വാഴ 2 എന്ന സിനിമ തിയേറ്ററുകളിൽ ഗംഭീര വിജയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വമ്പൻ കളക്ഷനാണ് സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ ഞെട്ടിക്കുന്ന കളക്ഷൻ സിനിമ ഇപ്പോഴും നേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. 100 കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് മാത്രം സിനിമ കളക്ഷനായി നേടിയെടുത്തു എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതിനു മുൻപ് തുടരും എന്ന മോഹൻലാൽ സിനിമയും അതുപോലെ ലോക എന്ന സിനിമയുമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 100 കോടിക്ക് മുകളിൽ കളക്ഷനായി നേടിയിട്ടുള്ളൂ. അവിടേക്കാണ് വാഴ 2 എത്തി നിൽക്കുന്നത്. തീർച്ചയായും തുടരും എന്ന സിനിമയുടെ കേരള കളക്ഷനെയും അതുപോലെ ലോകയുടെ കേരള കളക്ഷനെയും ഈ സിനിമ മറികടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഇതുവരെ 200 കോടിക്ക് മുകളിൽ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. തീർച്ചയായും അതും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വാഴ 2 എന്ന സിനിമ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ലാഭം നേടുന്ന സിനിമകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് വാഴ 2 അടുത്ത് തന്നെ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ്. കേരളത്തിൽ ഗംഭീര കളക്ഷൻ നേടുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ്. പക്ഷേ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും അതുപോലെ വിദേശ രാജ്യങ്ങളിലും ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ്, അതായത് ലോകയോ എമ്പുരാനോ കാഴ്ചവെച്ചതുപോലുള്ള ഒരു പെർഫോമൻസ് വാഴയ്ക്ക് കാഴ്ചവെക്കാൻ പറ്റുന്നില്ല. ആ ഒരു കളക്ഷനിലേക്ക് എത്തപ്പെടാനും സാധിക്കില്ല. ഇനിയുള്ള വലിയ കളക്ഷൻ വരുന്നത് കേരളത്തിൽ നിന്ന് മാത്രമായിരിക്കും. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലോ വിദേശ മാർക്കറ്റിലോ വലിയ കളക്ഷൻ നേടാൻ ഇനി സാധ്യതയില്ല. എന്തായാലും 200 കോടി ക്ലബിൽ വാഴ 2 എത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. 200 കോടി ക്ലബിൽ എത്തുന്ന 5ാമത്തെ സിനിമയായിട്ട് വാഴ 2 മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 5 സിനിമകളിൽ 2 സിനിമയും മോഹൻലാലിന്റെ പേരിലാണ്. എമ്പുരാൻ തുടരും. മറ്റുള്ള സിനിമകൾ ലോക, മഞ്ഞുമൽ ബോയ്സ്, ഇപ്പോൾ വാഴ 2. ഇനിയും ഒരുപാട് 200 കോടി ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് ഉണ്ടാകും ഈ വർഷം തന്നെ. വമ്പൻ ചിത്രങ്ങൾ റിലീസാവാൻ ബാക്കിയുണ്ട്. മെയ് 1 പാട്രിയോട്ട് റിലീസിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ മെയ് 21 ദൃശ്യം 3 വരുന്നുണ്ട്. ഈ 2 സിനിമകൾക്കും വലിയ സാധ്യതയുണ്ട്. പോസിറ്റീവ് റെസ്പോൺസ് ആണ് എങ്കിൽ മലയാളത്തിൽ മൊത്തം 7 200 കോടി ചിത്രങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് അടുത്ത മാസം കഴിയുമ്പോൾ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.